എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വെറും 24 മണിക്കൂറിനുള്ളിൽ പണം ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക്. കേൾക്കുമ്പോൾ കൊള്ളാമല്ലേ? അപ്പോ നിങ്ങൾ റെഡിയല്ലേ? അപ്പോ ഈ ടെക്നിക്ക് കണ്ടുപിടിച്ച ആള് പറയുന്നത് എന്താണെന്നറിയുവോ? അദ്ദേഹം ഇത് പരീക്ഷിച്ചു നോക്കിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ $11,000 കിട്ടിയത്രേ. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 9 ലക്ഷത്തിനു മുകളിൽ വരും. ഒന്നാലോചിച്ച് നോക്കിയേ. ഈ ടെക്നിക്കിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമാണ്. വളരെ ശക്തമായ ഒരു ആശയം. അതായത് പണം നമ്മുടെ അടുത്തേക്ക് വരാൻ സമയം വേണമെന്നില്ല. അത് ഓൾറെഡി ഇവിടെ തന്നെയുണ്ട്. പണം വരാൻ വൈകുന്നുണ്ടെങ്കിൽ അതിന് കാരണം സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാത്രമാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സംഭവം സിമ്പിളാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു കഴിവിനെ, ആ സാധ്യതയെ ആക്ടിവേറ്റ് ചെയ്യുക. എങ്ങനെ? ഇപ്പോൾ തന്നെ പണം കയ്യിലുള്ള ഒരാളാണ് ഞാനെന്ന ഫീലിലേക്ക് വരിക. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ സ്വയം മാറുകയാണ് ചെയ്യുന്നത്. ഇതനുസരിച്ച് നമ്മൾ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കുകയില്ല. നമുക്ക് ചുറ്റും ഒരു എനർജി ഫീൽഡ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു ക്വാണ്ടം ഫീൽഡ്. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഓൾറെഡി ഉണ്ട്. പണവുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ ഫീൽഡിലുള്ള പണവുമായി നമ്മളെ കണക്ട് ചെയ്യുക എന്നത് മാത്രമാണ്. ഒരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് പോലെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ തന്നെ ട്യൂൺ ചെയ്യുക. അത്രയുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇത് ശരിക്കും നമ്മുടെ മനസ്സിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് പണത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ പഴയ ചിന്തകളില്ലേ, അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് മനസ്സിനെ ഒന്ന് ഫ്രഷാക്കുക. അതായത് നമ്മുടെ പഴയ വിശ്വാസങ്ങളെ ഒരു പഴയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പോലെയാണ് ഇവിടെ കാണുന്നത്. ഉദാഹരണത്തിന്, പണമുണ്ടാക്കാൻ ഒരുപാട് കാലമെടുക്കും, അല്ലെങ്കിൽ കാത്തിരുന്നാലേ നല്ല കാര്യങ്ങൾ നടക്കൂ എന്നൊക്കെയുള്ള ചിന്തകൾ. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് പ്രോഗ്രാമുകളാണ്. ഇതിനെ അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് പുതിയ പവർഫുള്ളായ കോഡിംഗ് നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യണം. പണം പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നൊക്കെയുള്ള പുതിയ ചിന്തകൾ. ഈ പഴയ, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചിന്തകളെല്ലാം ഒരു ഭാരമുള്ള ചങ്ങല പോലെ നമ്മളെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നല്ല തിളക്കമുള്ള ഒരു വയലറ്റ് തീജ്വാലയിൽ ഈ ചങ്ങലകളെല്ലാം ഉരുകി ഇല്ലാതാകുന്നതായിട്ട് മനസ്സിൽ കാണുക. ആ ഒരു ഭാരം മുഴുവൻ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് ശരിക്കും അനുഭവിക്കണം. ശരി, മൈൻഡ് സെറ്റൊക്കെ റെഡിയാക്കി. ഇനി നമ്മളിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, ആക്ടിവേഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ പവർഫുള്ളായ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. നമ്മുടെ എനർജി ലെവലിനെ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ടിതിൽ. ഇതാണ് ആ ആക്ടിവേഷൻ സീക്വൻസ്. ആദ്യം ഒരു ഗോൾഡൻ ലൈറ്റ് നമ്മുടെ തലയിലൂടെ ശരീരത്തിലേക്ക് വന്ന് ഓരോ സെല്ലിനെയും ഒരു മണി മാഗ്നറ്റാക്കി മാറ്റുന്നതായി സങ്കല്പിക്കുക. പിന്നെ നമുക്ക് ചുറ്റും അവസരങ്ങളുടെ വാതിലുകൾ തുറന്നുവരുന്നതായി കാണുക. അടുത്തതായി സ്വർണ്ണ നിറത്തിലുള്ള ഒരു എനർജി ചുഴി നമ്മുടെ വലയം ചെയ്ത് പണത്തെ ആകർഷിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, 24 മണിക്കൂറിന് ശേഷം പണം കിട്ടിക്കഴിഞ്ഞ് നിങ്ങളെ കാണുക. ആ ഒരു സന്തോഷം അനുഭവിക്കുക. ഈ ഓരോ സ്റ്റെപ്പും ശരിക്കും ഫീൽ ചെയ്യണം. ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു പറയണം: ഞാനൊരു മാസ്റ്റർ മണി മാനിഫെസ്റ്ററാണ്. പണം വളരെ എളുപ്പത്തിൽ എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് പണം ലഭിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ പുതിയ വിശ്വാസം ആഴത്തിൽ പതിയാൻ വേണ്ടിയാണത്. പറയുമ്പോൾ 100% വിശ്വാസത്തോടെ പറയണം. അപ്പോ ആക്ടിവേഷൻ കഴിഞ്ഞു. ഇനി എന്ത്? അടുത്ത 24 മണിക്കൂറാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും നിർണായകം. ഈ സമയത്ത് നമ്മുടെ ഒരേ ഒരു ജോലിയെന്ന് പറയുന്നത് വരാൻ പോകുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറായി ഓപ്പണായിരിക്കുക എന്നത് മാത്രമാണ്. ഇവിടെ ഒരു ടൈം ലൈൻ തന്നിട്ടുണ്ട്, നോക്കൂ. ആക്ടിവേഷൻ കഴിഞ്ഞ ഉടനെ നല്ല ആവേശത്തോടെ, പ്രതീക്ഷയോടെ ഇരിക്കുക. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ചെറിയ ചെറിയ അടയാളങ്ങൾ ശ്രദ്ധിക്കുക. സംശയങ്ങൾ വരുമ്പോൾ അതിനെ ഒഴിവാക്കി നമ്മുടെ ആ വിശ്വാസത്തിലേക്ക് തിരികെ വരിക. പിന്നെ ആ 24 മണിക്കൂർ കഴിയുന്നതുവരെ ഓപ്പണായിരിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഒന്നും ഫോഴ്സ് ചെയ്യരുത്. ആക്ടിവേഷൻ സമയത്ത് കിട്ടിയ ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടല്ലോ, അത് അതുപോലെ നിലനിർത്തുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ അടയാളങ്ങളെന്ന് നോക്കാം. ചിലപ്പോൾ ഒരേപോലത്തെ നമ്പറുകൾ കാണുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും പണത്തെക്കുറിച്ച് കേൾക്കുന്നത്, അതുമല്ലെങ്കിൽ ഫോണൊന്ന് നോക്കാൻ തോന്നുന്നത്. ചിലപ്പോൾ വഴിയിൽ നിന്ന് ചെറിയ പൈസ കിട്ടുന്നത്. ഇതൊക്കെ പ്രപഞ്ചം തരുന്ന സിഗ്നലുകളാണ്. ഹേ, നീ ചോദിച്ചത് വരുന്നുണ്ട് എന്നൊരു കൺഫർമേഷൻ. അപ്പോൾ ഈ അടയാളങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കുക. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അതായത് ഈ ഒരു മാറ്റം വെറും 24 മണിക്കൂറിലേക്ക് മാത്രമുള്ളതല്ല. ഇതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്ഥിരം ഭാഗമാക്കാം എന്ന് നോക്കാം. ഇതിനെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റുമുള്ള ആ ഗോൾഡൻ എനർജി വീണ്ടും വീണ്ടും പെരുകി അതിന്റെ ശക്തി കൂടുന്നതായി സങ്കല്പിക്കുക. ഇത് ചെയ്യുന്നതുവഴി ഒറ്റത്തവണ പണം വരുന്നത് മാത്രമല്ല,
നമ്മളെപ്പോഴും പണത്തെ ആകർഷിക്കുന്ന ഒരു പെർമനന്റ് മണി മാഗ്നറ്റായി മാറുകയാണ്. അപ്പോ ഏറ്റവും അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിർദ്ദേശം ഇതാണ്: എല്ലാം അങ്ങ് വിട്ടുകൊടുക്കുക. പ്രപഞ്ചം അതിന്റെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിശ്വസിക്കുക. ഇതെങ്ങനെ സംഭവിക്കും, എവിടെ നിന്ന് വരും എന്നൊന്നും ചിന്തിച്ച് തല പുണ്ണാക്കരുത്. നമ്മുടെ ജോലി വിശ്വസിക്കുക, സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ ഇതാണ് 24 മണിക്കൂർ മണി ആക്ടിവേഷൻ എന്ന ടെക്നിക്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പണം വരാൻ താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സമയമല്ല, നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളുമാണ്. ആ വിശ്വാസങ്ങളാണ് യഥാർത്ഥ തടസ്സം. അപ്പോൾ ചോദ്യം ഇതാണ്: ആ തടസ്സം മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ?